കനകക്കുന്ന് ശ്രീനാരായണ യുവജന സമാജത്തിന്റെ 38ാം വാർഷികത്തോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സമ്മേളനം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. കനകക്കുന്ന് ശ്രീനാരായണ യുവജന സമാജത്തിന്റെ 38ാമത് വാർഷികം വിവിധ പരിപാടികളോടെ തുടരുകയാണ്. 7-ാം തീയതി വരെയാണ് വാർഷികം നടക്കുന്നത്. അന്നദാനം, വിശേഷാൽ പൂജകൾ, ദീപാരാധന, ഗുരുദേവ പ്രഭാഷണം, ഘോഷയാത്ര, താമ്പോലം, ശിങ്കാരിമേളം, കാവടിയാട്ടം, കൈകൊട്ടിക്കളി, ജീവിതയുടെ എഴുന്നള്ളത്ത്, മതസൗഹാർദ്ദ സമ്മേളനം, ചികിത്സാ സഹായ വിതരണം, നാടകം എന്നിവയാണ് പ്രധാന പരിപാടികൾ. മതസൗഹാർദ്ദ സമ്മേളനവും ചികിത്സാ സഹായ വിതരണവും ഗുരുധർമ്മ പ്രചാരണ സഭ ക്ഷേത്രം സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവൻ മറ്റ് മഹാഗുരുക്കന്മാരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലോകത്തോട് ഉപദേശിച്ച ഏകത്വ മന്ത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്നുള്ള മഹാമന്ത്രമാണ്. കേരളത്തിലെ സമൂഹത്തിൻ്റെ പ്രാണവായു പോലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും ഇസ്ലാമിനെയും മറ്റ് മതസ്ഥരെയും എല്ലാം മനുഷ്യത്വം എന്ന ഒരേ ഒരു ചരടിൽ കോർത്തുകൊണ്ട് നമ്മളെല്ലാവരും ആത്മ സഹോദരരാണ് എന്നുള്ള ബോധത്തോടു കൂടി ഒരു മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിക്കുവാൻ, അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തോടു കൂടി പ്രകോപനപരമായ സാഹചര്യങ്ങളിലും നമുക്ക് ജീവിക്കുവാൻ പ്രാണവായുവായി നിലകൊണ്ടത്, അല്ലെങ്കിൽ നിലകൊള്ളുന്നത് ഗുരുവിൻ്റെ മഹത്തായ സന്ദേശമാണ്. നമുക്കറിയാം, സ്വച്ഛമായി സ്വതന്ത്രമായി നമുക്ക് ജീവിക്കണമെങ്കിൽ ഭൗതിക സാഹചര്യത്തോടൊപ്പം സമാധാനപരമായ ഒരു അന്തരീക്ഷം കൂടി നമുക്ക് ഉണ്ടാകേണ്ടത്. നമുക്കറിയാം, നമ്മുടെ ജീവിത സാഹചര്യത്തിന് പ്രകൃതിദത്തമായിട്ടുള്ള ഓസോൺ പാളി ഒക്കെ ഉണ്ട്. അതിനൊക്കെ വിള്ളൽ ഉണ്ടായാൽ ഭയങ്കരമായ തരത്തിലുള്ള സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലേക്ക് കടന്നു കയറുകയും പലവിധത്തിലുള്ള ഭൗതിക മാറ്റങ്ങൾക്കും രോഗങ്ങൾക്കും ഒക്കെ വഴിതെളിക്കുകയും ചെയ്യും. ഈ സമൂഹം മതബഹുലതയുടെ ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച നവോത്ഥാന നായകർ, പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ സ്മരിക്കുന്ന ശ്രീനാരായണ ഗുരു അവർ, ഏവരെയും ആധുനിക സമൂഹം അവരുടെ ജീവിതങ്ങളെ, അവരുടെ നല്ല വാക്കുകളെ, അവരുടെ സച്ചിന്തകളെ ചർച്ച ചെയ്യണം എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമായി ഇന്ന് നിലനിൽക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ വാക്കുകളെ കേൾക്കുവാനോ ചർച്ച ചെയ്യപ്പെടുവാനോ അതനുസരിച്ച് ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനോ സാധ്യമാകാത്ത ഒരു തരത്തിൽ ഇന്ന് കാലം അതിൻ്റെ കുത്തൊഴുക്കിൽ പോവുകയാണ്. സാധാരണ ഞങ്ങൾ പറയാറുണ്ട്, കാലഘട്ട കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, ഇല്ലേ? കാരണം എന്തെല്ലാമാണ് ഈ ലോകത്തിൽ സംഭവിക്കുന്നത്. തിരിച്ചറിയാൻ കഴിയാത്തതായ പാകത്തിൽ മനുഷ്യർ നിലനിൽക്കുകയാണ്. സമാജം പ്രസിഡന്റ് PK സുരീഷ് അധ്യക്ഷത വഹിച്ചു. സമാജം സെക്രട്ടറി പൊന്നൻസി സ്വാഗതം പറഞ്ഞു. മുതുകുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഷമീർ അസ്ലാമി, ചേപ്പാട് വലിയവള്ളി വികാരി ഫാദർ BG ജോൺ, SNDP ചേപ്പാട് യൂണിയൻ സെക്രട്ടറി N അശോകൻ, SNDP 6244 നമ്പർ ശാഖയിലെ റോബിൻ K തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സാ സഹായ വിതരണം കനകക്കുന്ന് SHO S അരുൺ നിർവഹിച്ചു. സമാജം വൈസ് പ്രസിഡന്റ് R രാജേഷ് കൃതജ്ഞത പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. CD നെറ്റ് ന്യൂസ്, കായംകുളം.